ഒരുപാട് പ്ലാൻ ചെയ്താൽ ഇങ്ങനെയൊക്കെ ആവുന്നുള്ളത് വീണ്ടും ഓർമ്മിപ്പിച്ച് തന്നിട്ടുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന്. ഹസ്ബൻഡും മോനും മാലയിട്ടതുകൊണ്ട് ഞങ്ങളുടെ ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ ഞങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ കരുതി നമ്മുടെ മോമോ സ്റ്റോളിൽ വൈകുന്നേരം ആ ഒരു ക്രിസ്മസ് വൈബൊക്കെ ഒന്ന് ഉണ്ടാക്കണമെന്ന്, ഒരു പാട്ടൊക്കെ വെച്ച് നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്ത് കസ്റ്റമേഴ്സിൻ്റെ അടുത്തൊക്കെ ഇൻട്രാക്ട് ചെയ്ത് എല്ലാവർക്കും ക്രിസ്മസ് വിഷസൊക്കെ കൊടുത്ത് കേക്കൊക്കെ കട്ട് ചെയ്തിട്ടൊന്ന് ആ ഒരു ക്രിസ്മസ് വൈബ് ക്രിയേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്ലാനിങ് മൊത്തം തകിടം മറിഞ്ഞു. നമ്മുടെ സ്റ്റാഫ്സ് ലീവ് ഉണ്ടായിരുന്നു, പിന്നെ എൻ്റെ പാർട്ട്ണറായിട്ടുള്ള വിദ്യയും വന്നിട്ടുണ്ടായിരുന്നില്ല. ആൾക്കും ക്രിസ്മസ് സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു, ബാക്ക് ടു ബാക്ക് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. ഹോളിഡേ ആയതുകൊണ്ട് അഞ്ജനയുടെ എൻ്റെ കയ്യിലായിരുന്നു മൊത്തം റെസ്പോൺസിബിലിറ്റി ഉണ്ടായത്. അതുകൊണ്ട് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി പോയിട്ട് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നേരാവണ്ണം ഇൻട്രാക്ട് ചെയ്യാനും കൂടെ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഹസ്ബൻഡ് ശരണം വിളിച്ച് വന്നു കഴിഞ്ഞതിന് ശേഷമാണ് ഞാനൊന്ന് കുറച്ച് റിലാക്സ് ആയത്. കാരണം ഹസ്ബൻഡും കൂടെ ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും വിദ്യയും പ്രഗ്യയൊക്കെ കേക്കൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ നമ്മൾ ക്ലോസിങ് ടൈമിൽ ആ ഒരു സമയത്ത് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു നോക്കുമ്പോഴത്തേക്കും മോമോസ് പെട്ടെന്ന് കഴിഞ്ഞതുകൊണ്ട് നമ്മൾ വേഗം ഇന്ന് കട്ട് ചെയ്തു കേക്ക്. അപ്പോൾ നമ്മൾ സ്റ്റോളിൻ്റെ അടുത്തുള്ള സ്റ്റോളിലുള്ളവരൊക്കെ ഉണ്ടായിരുന്നു കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഭയങ്കര സന്തോഷമുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു. കാരണം നമ്മളൊരു കുഞ്ഞു സ്ഥാപനത്തിലൊരു കുഞ്ഞു സെലിബ്രേഷൻ, നമ്മളുടേതായിട്ടുള്ളൊരു സെലിബ്രേഷൻ നടത്തുമ്പോഴത്തേക്കും ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കേക്കൊക്കെ കട്ട് ചെയ്ത് നല്ല ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ബ്ലൂ ടീഷർട്ട് ഇട്ടുള്ള ആൾ നിങ്ങൾ വിചാരിക്കേണ്ട ആരായിരിക്കുന്നല്ലേ, ആൾ നമ്മളെ നാട്ടിൽ തന്നെയുള്ള ഓളിനോളാണ്, ശരത്ത് എന്നാണ് കേട്ടോ പേര്. അപ്പോൾ എല്ലാവർക്കും പ്രകാശം പരക്കട്ടെ, നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. കീപ്പ് ഇൻ ടച്ച്. ബൈ.